നമ്മുടെ ലോക്കൽ ബോഡിയിൽ 2010 മുതലാണ് 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തപ്പെട്ടത്. അത് ഗുണപരമായ ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും വലിയ അളവിൽ ഉപയോഗിക്കപ്പെടാത്ത ഒരു ഊർജ്ജത്തെ, മനുഷ്യവിഭവശേഷിയെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്രിയാത്മകതയെ ശരിയായ ചാലിലേക്ക്, അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണകരമായ നിർമ്മാണാത്മകമായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ ഇത് സഹായകമായിട്ടുണ്ട്. ജനാധിപത്യത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഒരു വാർഡ്, ഒരു ഡിവിഷൻ അത് സ്ഥിരമായി ഒരാൾ കൈവശം വെക്കുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ, ചില കുത്തകകൾ അവസാനിക്കാൻ ഒക്കെ ഈ സംവരണം കാരണമായിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് ദളിത് സംവരണം, ദളിത് സ്ത്രീ സംവരണം, ആ കാര്യങ്ങൾ നേരത്തെ ഒരു പരിധിവരെ ഉള്ളതാണ്. അത് ഇതിലൂടെ ശക്തിപ്പെടുകയും ചെയ്തു. ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മാതൃകകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമിച്ചാൽ ഇതിലൂടെ സാധിക്കും. ഇസ്ലാമിൻ്റെ സ്ത്രീ പുരുഷ ബന്ധ വീക്ഷണം ഇതാണ്. സ്ത്രീകളെ എവിടെയോ അടച്ച് ഇടുക, അവർ അടഞ്ഞിരിക്കുക എന്നതല്ല, മറിച്ച് അവർ, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ പരസ്പര ബന്ധത്തിൽ ചില മര്യാദകൾ പാലിച്ചുകൊണ്ട് ആരോഗ്യകരമായി ഇടപഴകുന്നതാണ് ഇസ്ലാമിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, അതിൻ്റെ മര്യാദകൾ എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ നല്ല മാതൃകകൾ കാഴ്ചവെക്കാനുള്ള അവസരം കൂടിയാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളും അതിൻ്റെ അധികാര നിർവഹണങ്ങളും.